എയിംസിൽ നേരത്തെ മുൻ നിലപാട് തന്നെയാണോ? മുൻ നിലപാട് തന്നെയാണ്. ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ MP ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ MP ആയിട്ടില്ല, പക്ഷേ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്. എന്റെ നിലപാട് ഇപ്പോഴും കാസർഗോഡ് തന്നെ എയിം വേണമെന്ന് പറഞ്ഞിട്ടായിട്ടുണ്ട്. അവിടുത്തെ MP പറഞ്ഞതാണ് എനിക്ക് ഒരു പവൻ സ്വർണ്ണ കൊടുക്കാൻ. പക്ഷെ ഒരു MP ആയതുകൊണ്ട് അയാൾ MP ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് അയാൾക്ക് ഒരു നാണമാണ്. ബിക്കോസ് 6 years കംപ്ലീറ്റ് ആയി MP-ക്ക് അവിടെ തുടർന്നിട്ട്. പക്ഷെ ഈ 6 years ആയിട്ട് അയാൾക്ക് എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു മുളം കയർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പോയിട്ട് തൂങ്ങിച്ചാവട്ടെ അയാൾ. ഓക്കെ. ഈ മറ്റു ജില്ലകളിലെയും ജില്ലാ അധ്യക്ഷന്മാർ സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് കരവന ജയൻ എയിംസ് ഇവിടെ വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആലപ്പുഴയിൽ എയിംസ് വന്നേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ നിലപാടുണ്ടാവും. എല്ലാ ജില്ലാ പ്രസിഡന്റ്മാർക്കും അവരുടെ ജില്ലയിൽ തന്നെ എയിംസ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഒരു ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റൊന്നും ഇല്ല. പക്ഷേ എയിംസ് കേരളത്തിൽ വരണം, അതാണ് നമ്മളെ ആഗ്രഹം. പക്ഷെ ഓരോ ജില്ലാ പ്രസിഡന്റുക്കും നമ്മുടെ ജില്ലയിൽ തന്നെ വരണമെന്നൊരു ആഗ്രഹമല്ലേ? എന്റെ ജില്ലക്ക് എന്റെ ജില്ലയുടെ നാട്ടുകാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്റെ ആഗ്രഹം. അപ്പോ ട്രിവാൻഡ്രമിന്റെ ജില്ലാ പ്രസിഡന്റ് അവർ നാട്ടിൽ വരട്ടുന്നു ഒരു ആഗ്രഹം ആർക്കും ആഗ്രഹം ആക്കാം. ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം ആദ്യം ചേരുന്നുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ദേശീയ അധ്യക്ഷൻ എത്തുന്നുണ്ട്. ദേശീയ അധ്യക്ഷൻ മാത്രമല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ വിഷയം ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ഞാൻ റിക്വസ്റ്റ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി കൂടുതലായിട്ടുള്ള സ്ഥലം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കൂടുതലായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കൂടുതലായിട്ടുള്ള എൻഡോസൾഫൻ വിക്ടിംസ് ഉള്ളത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ എന്തായെങ്കിലും കാസർഗോഡ്ക്ക് എയിംസ് വന്നെങ്കിൽ നന്നായിട്ടുണ്ടാവുന്നു എന്റെ ഒരു അഭിപ്രായം JP നഡ്ഡാജിയോട് ഞാൻ സൂചിപ്പിക്കും.